കാണാൻ വേണ്ടി പറ്റും. കാസർഗോഡ് സ്പെഷ്യൽ കോംബോ ഓഫറാ. ഓക്കെ, കാസർഗോഡ് സ്പെഷ്യൽ കോംബോ. ചപ്പാത്തി വരുന്നുണ്ട്, ഒരു കണ്ണ് വെച്ച 10 വരുന്നില്ല. ബീഫ് ദോശ, എഗ് ദോശ, പ്ലെയിൻ ദോശ, മസാല ദോശ. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തോടനുബന്ധിച്ചിട്ടാണെങ്കിൽ എല്ലായിടത്താണെങ്കിൽ അടിപൊളി ഫുഡ് ഫെസ്റ്റിവലൊക്കെ ആണെങ്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫുഡ് ഫെസ്റ്റിവൽ നമ്മൾ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഐറ്റംസിലുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇവിടെ കോട്ടയം പാലക്കാട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുടമ്പുളിയിട്ട് പറ്റിച്ച കപ്പ മീൻകറി ഉണ്ട്, കപ്പ ബിരിയാണി ഉണ്ട്, കപ്പ തലക്കറി ഉണ്ട്, പാൽക്കപ്പ ബീഫ്, പഴംപൊരി ബീഫ്, പിന്നെ ചിക്കൻ റോസ്റ്റ്, ചപ്പാത്തി, കൊത്തമല്ലി, ചിക്കൻ ഫ്രൈ. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാ കോംബോ റേറ്റ് ആണോ അതല്ലാതെ റേറ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാമോ? ചപ്പാത്തി, കൊത്തമല്ലി, ചിക്കൻ ഫ്രൈ ഒരു കോംബോയാണ്. അതെങ്ങനെ വരും റേറ്റ്? അത് 200 രൂപ. ഓക്കെ, അതിനകത്ത് ചപ്പാത്തി, എത്ര ചപ്പാത്തി കാണും? 4 ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, പാൽക്കപ്പ, ചിക്കന്റെ ഗ്രേവി, സലാഡും കൂടെ 200 രൂപ. ഓക്കെ, ഇതൊക്കെ ഇത് ചിക്കൻ റോസ്റ്റ് തന്നെയാണെങ്കിൽ 130 രൂപ. നമ്മുടെ കപ്പയ്ക്ക് ആഡ് ചെയ്യാം, അല്ലാതെ പാൽക്കപ്പയ്ക്ക് ആഡ് ചെയ്യാം. ശരി, ഓക്കെ. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞേ. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇവിടെ 2 തരം പായസം. അത് ജസ്റ്റ് ഒന്ന് കാണിക്കോ? അതെത്ര വരും റേറ്റ്? ഇത് അടപ്രഥമൻ, ഇത് റേറ്റ് പെർ ക്ലാസ്സിന് 50. ഓക്കെ, ഇനി എടുത്ത് പിന്നെ മുളയരി പായസം എവിടെ? മുളയരി പായസം ഓക്കെ, പെർ ക്ലാസ്സിന് 60 രൂപ. ഓക്കെ, നെക്സ്റ്റ് ഇത് രണ്ട്. ഇതെന്ത് സംഭവം? പാല് കാച്ചി വെച്ചിരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ പായസത്തിന്റെ കൗണ്ടറാണ്. ഐറ്റംസിലുണ്ട് ഇവിടെ. ഇത് സ്പെഷ്യൽ എന്താണ്? മലബാറി സ്പെഷ്യൽ കുഞ്ഞിത്തലാണ്, പിന്നെ തുർക്കിപ്പത്തിരി, പിന്നെ നമുക്ക് വരുന്ന ചിക്കൻ ചീറിപ്പാനി, ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? ആണോ? അടിപൊളി ഐറ്റംസ്. 9 തരം മരുന്നാ വരുന്നത്. പാലക്കച്ചീര, പുതിന, മല്ലില, നെല്ലിക്ക, കാന്താരിമുളക്, പച്ചക്കുരുമുളക്, ലെമൺ, അരിമോദകം, ജാതിക്ക, പോരെ അത്രയും മരുന്നുകള് ആ ചീറിപ്പാഞ്ഞയില് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ വരും റേറ്റ്? അവിടെ ഇത് മൊത്തം വരുന്നത് ചീറിപ്പാഞ്ഞത് ഒരു പീസ്, ചിക്കൻ പൊട്ടിത്തെറിച്ചത് 4 പീസ് വരുന്നുണ്ട്. അതിന് വരുന്നത് ഒരു ചപ്പാത്തി, 2 നൈസ് പത്തിരി, ഒരു കണ്ണ് വെച്ച കോഴിക്കോടിന്റെ കണ്ണ് വെച്ച പത്തിരി വരുന്നുണ്ട്. ഗ്രേവി വരുന്നുണ്ട്, സലാഡ് വരുന്നുണ്ട്. അതിൽ 200 രൂപ. വയറ് നിറയെ ഞങ്ങളെ കോഴിക്കോടിന്റെ വെറൈറ്റി എല്ലാവർക്കും കഴിക്കാം. എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ? 11 മണിക്കാവുമ്പോഴേക്കും റെഡിയാവും. നമ്മൾ ഇതിനു മുമ്പ് സ്റ്റാളിൽ ഫുഡിന്റെ സംഭവം ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. വേറെ ഐറ്റംസിനൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാമോ? അതില് വരുന്നത് ചിരിമുട്ട, അതിൽ വരുന്നത് പഴനിറച്ചി വരുന്നുണ്ട്, ഉന്നക്കായ് വരുന്നുണ്ട്. കോഴിക്കോടിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഉന്നക്ക. പിന്നെ മോമോസ്, പിന്നെ ഇറച്ചിപ്പത്തിരി, ചിക്കൻ പത്തിരി. ലൈറ്റ് ഇല്ലെങ്കിലും കച്ചവടം ഇല്ല. ചിക്കൻ ഓലമടക്ക്. ഓക്കെ, ഇതൊക്കെ മലബാർ സ്പെഷ്യൽ ആണോ? മലബാർ സ്പെഷ്യൽ ആണ്, ചോദിക്കാനുണ്ടോ? അഫ്ഗാൻ പത്തിരി. ഓക്കെ, കുനാഫ അടിപൊളി. മക്കൾക്ക് ഏറെ പറഞ്ഞ് കൊണ്ടുവന്ന കുനാഫാണ് വരുന്നത്. അതിശയ പത്തിരി, ഇറാനി പോള, ഷവർമ പോള എല്ലാം ഉണ്ട്. ചട്ടിപ്പത്തിരി, കിളിക്കൂട്. അപ്പൊ ഇത്ര ഐറ്റംസ് ഇവിടെ സ്നാക്സുകളാണ് ഞങ്ങൾ ഇവിടെ വെറൈറ്റി ആയിട്ട് കോഴിക്കോടിന് വന്ന് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും കഴിക്കാം. കോംബോ ആണ്. നമ്മൾ 200 രൂപയുടെ കോംബോ, വയറ് നിറയെ കഴിക്കാനുള്ള ഒരു കോംബോ ആണല്ലേ? അപ്പൊ അതിന്റെ റേറ്റ് കാര്യങ്ങൾ കോംബോ ആണ് സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്നാക്സ് ഐറ്റംസ് കഴിക്കാം. മലബാർ സ്പെഷ്യൽ വരുന്നുണ്ട്, ചപ്പാത്തി വരുന്നുണ്ട്, ഒരു കണ്ണ് വെച്ച 10 വരുന്നുണ്ട്, ചിക്കൻ ചീറിപ്പാഞ്ഞുണ്ട്, ചിക്കൻ പൊട്ടിത്തെറിച്ചുണ്ട്, ഗ്രേവി ഉണ്ട്, സലാഡ് ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് കഴിക്കാം. എല്ലാം ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഇങ്ങോട്ടൊന്ന് നടന്നു പറഞ്ഞാൽ ചിക്കൻ നുറുക്കിയത്, ചിക്കൻ ചുക്ക, ഹൈദരാബാദ് ചിക്കൻ, ചിക്കൻ കറി, പിന്നെ പൊറോട്ട, നെയ്ച്ചോറ്. ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ, അതൊക്കെ അവിടെ ഉണ്ട്. കോംബോ ഒക്കെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് 80, ചിക്കൻ കറി 70, ചിക്കൻ ചുക്ക 110 റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മേക്കിംഗ് നടക്കുന്നുണ്ട്. എന്തിൻ്റെ മേക്കിംഗ് ആണ്? ദോശ. ഓക്കെ, അപ്പോൾ ദോശയുടെ ഇത് ഏത് സ്റ്റൈലാണ്?
ഞങ്ങൾ തിരുവനന്തപുരം. ട്രിവാൻഡ്രം നമ്മുടെ സ്വന്തം നാട് തന്നെയാണ്. ട്രിവാൻഡ്രം സ്റ്റൈൽ. ആ, അമ്പലത്തറ. അപ്പോൾ ട്രിവാൻഡ്രം സ്റ്റൈൽ മസാല ദോശയാണോ പ്ലെയിൻ ദോശയാണോ? ആ, ട്രിവാൻഡ്രം സ്റ്റൈൽ മസാല ദോശയാണ്. അപ്പോൾ ആ മേക്കിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ എന്തൊക്കെ ഐറ്റംസിലുണ്ട്? ഇവിടെ വെറൈറ്റി ദോശകളുണ്ട്. അതായത് ചിക്കൻ ദോശ, പ്രോൺസ് ദോശ, ബീഫ് ദോശ, എഗ് ദോശ, പ്ലെയിൻ ദോശ, മസാല ദോശ, ഗീ റോസ്റ്റ്, അങ്ങനെയുള്ള വിവിധ ദോശകൾ. പിന്നെ പൊറോട്ടയും ബീഫും എത്രയുണ്ട്. പിന്നെ ഞങ്ങളുടെ വെറൈറ്റി ആയിട്ട് ജ്യൂസുകളുണ്ട്. ഫ്രഷ് ജ്യൂസുകളുണ്ട്. പിന്നെ കരിക്ക് വിത്ത് ഡേറ്റ്സ് ഷെയ്ക്ക് ഉണ്ട്. കരിക്ക് വിത്ത് ബട്ടർ സ്കോച്ച് ഷെയ്ക്ക് ഉണ്ട്. അങ്ങനെ മിക്സഡും പലതും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ മസാല ദോശ മേക്കിംഗ്, ട്രിവാൻഡ്രം സ്റ്റൈൽ മസാല ദോശ മേക്കിംഗ് ആണ്. പേര് പറഞ്ഞില്ല. എന്റെയോ? എൻ്റെ പേര് ജാൻസി. ഓക്കെ. നാട്ടുകാരി ആയതുകൊണ്ടാണ് ഞാൻ മണ്ണന്തലയാണ്. മണ്ണന്തലക്കാരെയാണ്. മണ്ണന്തല. ഇന്നാളൊരിക്കൽ അതിലേ കൂടെ പോയതേ ഉള്ളൂ. ഇന്നാളൊരിക്കൽ അതിലേ കൂടെ പോയതേ ഉള്ളൂ. അല്ല, അതിലേ കൂടെ പോയതേ ഉള്ളൂ. മണ്ണന്തല മണ്ണന്തല എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സുരാജിന്റെ കോമഡിയൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് അതിലേ കൂടെ പോയപ്പോ ഇങ്ങനെ ഓർത്തു. ഓക്കെ. അപ്പോൾ ദോശ മേക്കിംഗ് ആണ് സംഭവം നടക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഓരോ ഫുഡ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ മെനു ഒക്കെ ആണെങ്കിൽ എഴുതിയിടുന്നത് നമുക്ക്